ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ഞാൻ കുറേ നാളായി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും എല്ലാ വീഡിയോസും എൻ്റെ ഗ്യാലറിയിലുണ്ടാവും, പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി ഭയങ്കര മടിയാണ്. ഓക്കെ, എനിവേ ഞാനതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തിടാൻ നോക്കാം. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. 3-in-1 ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അത് നല്ല കവറേജൊക്കെ തരും. പക്ഷേങ്കിൽ നമ്മളത് ഇട്ട പാടന്നെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് ഇതേപോലെ ഇരിക്കും. ഞാൻ ഇട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ബ്ലെൻഡ് ആവുന്നില്ല. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് അത് ബ്ലെൻഡാക്കി നോക്കുന്നുണ്ട്, പക്ഷെ ആവണില്ല. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡാക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആവുന്നില്ല. പിന്നെ കുറേ നേരം ഞാൻ അത് വെച്ചിട്ട് തന്നെ ആക്കി ഇതേപോലെ കിട്ടി. പിന്നെ നല്ലൊരു ഗ്ലോവും തരും. അത് തന്നെ ഞാൻ ഐബ്രോ ഫില്ലാക്കി. അതേപോലെ ഇപ്പോൾ ഐ ഷാഡോ ഇടുകയാണ്. ഐ ഷാഡോ ഒക്കെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇടുകയാണ്. ഇത്രയും നാൾ മേക്കപ്പ് സെറ്റ് കയ്യിലില്ലായിരുന്നു. അതായത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മീൻസ് പെട്ടിയിലൊക്കെ വെച്ചിട്ടാണുള്ളെങ്കിൽ അതെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാനത് എടുക്കത്തില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഐ ഷാഡോ ഒക്കെ ഇടുന്നത്. ഡ്രസ്സിന് മാച്ച് ഐ ഷാഡോ, ഒരു പീക്കോക്ക് കളർ ഐ ഷാഡോ ആയിരുന്നു. നല്ല ഗ്ലിറ്ററൊക്കെ വന്നിട്ടുള്ള ഐ ഷാഡോ. അപ്പോൾ ഐ ഷാഡോ ഇട്ടുണ്ട്. ഈ ഒരു മിസ് ഫാബിൻ്റെ ഈ ഒരു ഐലൈനർ, മിസ് ഫാബാന്ന് തോന്നുന്നു, അതിൻ്റെ ഐലൈനർ ഇടുന്നുണ്ട്. ഐലൈനർ മസ്റ്റാണല്ലോ എനിക്ക്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ മൂത്തൻ്റെ വീട്ടിൽ കൂടുതലാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പാലുകാച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാലുകാച്ചലിനല്ല പോയത്, ബട്ട് സ്റ്റിൽ നമ്മളത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി വേണം ഇപ്പം ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ പാലുകാച്ചലിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും കാണണം. പാലുകാച്ചലിൻ്റെ വീഡിയോ നല്ല രസമുണ്ട്. അപ്പം ഞാൻ ഐലൈനർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് എവിടെ പോകുമ്പോൾ മീൻസ് ഞാൻ മോസ്റ്റ് ഓഫ് ദ സ്ഥലത്ത് പോകുമ്പോൾ ഈ ഐലൈനർ ഇടും. ഐലൈനർ ഇടുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ കാജലുണ്ടല്ലോ അതെങ്കിലും ഇടും. അതിട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു കോൺഫിഡൻസാണ്. അങ്ങനെ ഐലൈനർ ഫുൾ ചെയ്താണ്, പകുതി എഴുതിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അവിടെ അയൺ ചെയ്യേണ്ടതുകൊണ്ട് അവിടെ സ്പേസിൽ ഞാൻ മാറി കൊടുത്തു. അപ്പം പിന്നെ ഐലൈനർ ഫുള്ളാക്കി എഴുതിയതിന് ശേഷം 2 കണ്ണിനും എഴുതിയിട്ട് ഞാൻ ഈ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹിമാലയൻ കാജലാണ്. ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള ലോങ് ലാസ്റ്റ് ചെയ്യും. അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല കേട്ടോ ഇത് ഞാൻ ഇവിടെ നിന്ന് അടുത്ത് വാങ്ങിയതാണ്. പിന്നെ കാജൽ എനിക്ക് നല്ല കട്ടിക്കിടുന്നതാണ് ഇഷ്ടം. എനിക്ക് കാജൽ ഐലൈനറൊക്കെ നല്ല കട്ടിക്കിടുമ്പോഴാണ് അതിനെനിക്കെന്തോ രസം തോന്നാറുള്ളൂ. പിന്നെ കാജലിടാണ്ട് ഐലൈനർ മാത്രം ചെയ്താലും എനിക്ക് അത്ര രസം തോന്നില്ല. ഈ ഐലൈനർ ഉണ്ടല്ലോ അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഉറപ്പ് പറയുക, അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ കണ്ണ് ഈ കാജലിട്ടു ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ മസ്കാര ഫൈൻ സ്കിന്നാന്ന് തോന്നുന്നു, അതിൻ്റെ മസ്കാരയാണ് ഇടുന്നത്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് മസ്കാരയാണ്. ഇത് ഐലൈനറും ഞാൻ ഇപ്പോൾ ഇട്ട ഐലൈനറും മസ്കാരയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. രണ്ടും ഡിഫറെൻറ്റ് കമ്പനി ആണെങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണിത്. അതെനിക്ക് നല്ല രീതിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ പോലും ഈ ഐലൈനർ പോകത്തില്ല. കാജൽ പോവും, പക്ഷേ ഐലൈനർ പോകത്തില്ല. ഐലൈനറും മസ്കാരയും അത് അതേപോലെ ഉണ്ടാവും. ഫൗണ്ടേഷനും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഐബ്രോ ഞാൻ ഫിൽ ചെയ്തതും ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെത് ആകെ മര്യാദയ്ക്ക് നിൽക്കാണ്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ഇതില്ലേ കാജൽ. അതേപോലെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പോവും. ലിപ്സ്റ്റിക്ക് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വാട്ടർ പ്രൂഫ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇട്ടിട്ട് പോയിട്ട് വെള്ളമൊന്നും തട്ടിക്കാണ്ട് ഫുഡൊന്നും കഴിക്കാണ്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് നീക്കാൻ ഭയങ്കര പണിയാണ്. പിന്നെ മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലാഷസ് നല്ല രീതിക്ക് നിന്ന് കഴിഞ്ഞാലോ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ മസ്കാര നല്ല രീതിക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അതേപോലെ കാജലൊക്കെ. പിന്നെ ലിപ്പ് ലൈനിങ് ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് ലൈനിങ് ഞാൻ മാസിൻ്റെ ലിപ്പ് ലൈനറാണ് യൂസ് ആക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഇതും അതേപോലെ തന്നെ ഞാൻ ഇനി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും മാസിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതെന്താ ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ഉണ്ടു ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലിപ്പ് ലൈൻ ചെയ്യുക, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതാണ് ഈ ഒരു സന്തോഷം. അപ്പം ഫസ്റ്റ് റെഡിയായ ഞാനാണ്, ബാക്കി എല്ലാവരും റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ടാണ് ബ്ലഷ് ഇടുന്നത്. അപ്പോൾ അത് നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ എക്സ്പേർട്ടൊന്നുമില്ല. ബ്ലഷിൻ്റെ ഷെയ്ഡ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. അപ്പം ബ്ലഷും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി മുടി മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ.
അതുകൊണ്ട് നമുക്ക് മുടി ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഞാൻ ഷാമ്പു ഇട്ടുകൊണ്ട് പിന്നെ ഒരു സ്ഥലത്ത് മുടി നിൽക്കില്ല. അതാണ് ഇപ്പോൾ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിത് കഴിഞ്ഞ ഓണത്തിന് എങ്ങനെ എടുത്ത ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. പിന്നെ നമ്മൾ ആക്സറിയിലോട്ട് കിടക്കുകയാണ്. ആദ്യം ഒരു കാഷ്യൂവിൻ്റെ വാച്ചും അതേപോലെ ഒരു ബാങ്കിൾ. ഇത് ഞാൻ മാല, വള, അതേപോലെ കമ്മലിൻ്റെ ഒരു സെറ്റാണ്, ഈ ബട്ടർഫ്ലൈ ടൈപ്പിൻ്റെ. അതിൻ്റെ അകത്ത് നല്ലൊരു വളയാണ് ഇട്ടിട്ടുള്ളത്. ഇതും ഒരു ലൈറ്റ് ഗ്രീൻ ആണല്ലോ, അപ്പം മാച്ചായി പോവും. പിന്നെ കമ്മലും മാലയും ഞാൻ ഗോൾഡിൻ്റെയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. കമ്മൽ ഓൾറെഡി ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ മാറ്റുന്നൊന്നുമില്ല. അതേപോലെ മാലയും ഗോൾഡിൻ്റെ ആയതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഞാൻ അടുത്ത ചുമരുമ്മൽ വെറുതെ ഒന്ന് വരയ്ക്കുകയാണ്. ഞാൻ ഒരുങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഞാൻ ഒന്ന് വരയ്ക്കുകയാണ്. വരയ്ക്കുന്നതിൻ്റെ റീസൺ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. നാളെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. സോറി ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, വരയ്ക്കുന്നതിന് റീസൺ അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും വരയ്ക്കാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ആളെ ഒരുങ്ങുന്ന സമയം ഞാൻ വെറുതെ ഇരിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വരയ്ക്കുന്നതെന്ന് നിങ്ങൾ ഈ വരയ്ക്കുന്നതിൻ്റെ ലാസ്റ്റിൽ ഞാൻ എന്താ വരച്ചതെന്ന് ഉള്ള വീഡിയോ ഉണ്ട്. വരക്കുന്നുണ്ടോ വിചാരിക്കും എന്തോ കാര്യമായിട്ട് വലിയ എന്തോ സംഭവം വരയ്ക്കാമെന്ന്. ഞാൻ വരയ്ക്കുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര കാര്യമായിട്ടൊന്നുമല്ല വരച്ചത്. സിമ്പിളായുള്ളൊരു സാധനമാണ് വരച്ചത്. അപ്പം അതെന്താ വരച്ചതെന്ന് ലാസ്റ്റിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണും. അപ്പം ഞാൻ വരയ്ക്കുന്നത് ഭയങ്കര, എനിക്ക് ആദ്യം ഞാനിങ്ങനെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണ് ഈ വരച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഓഫ് ആയിട്ട് വീണ്ടും പോകും. എനിക്ക് വീണ്ടും വന്ന് വരയ്ക്കും. അപ്പം എൻ്റെ അനിയൻ അവിടെ കട്ട വെയിറ്റിംഗ് ഉണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം അനിയന് പ്ലാൻ ചെയ്യുന്നത് വേറെ വരയ്ക്കാൻ. അപ്പം അതിൻ്റെ വീഡിയോ എടുത്തില്ല. അനിയൻ എന്തായിരുന്നു, എന്തോ സാധനത്തിൻ്റെ പേര് പറഞ്ഞു, എന്തോ കാർട്ടൂൺ ക്യാരക്ടർ എങ്ങാനാണ് അതിൻ്റെ പേര് പറഞ്ഞു. എനിക്ക് അതിനത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് വേറെ നിങ്ങൾ തെറ്റൊക്കെ കാണും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അന്യം വന്നത് ലോക്കോ പ്രകാരം കാണിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതെന്നുള്ള ഒരു ബോധവും അതിനില്ല. ഇപ്പോൾ കടിക്കുന്നുണ്ട്, പേടിക്കുന്നു വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ, അല്ലാണ്ട് അത്ര വേദനയിലൊന്നും ഞാൻ അടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. അത് അടിച്ചതിന് കാരണം വെച്ചാൽ അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് എടുത്തിട്ട് വെറുതെ കളിക്കുന്നത്. ആ ബ്യൂട്ടി ബ്ലെൻഡറല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കയറിപ്പോയിട്ടുണ്ട്. വേറെ ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്നാലും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണമല്ലോ. ഇപ്പം ഞാൻ ഇത്രയും നേരം വരച്ച് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ഞാൻ എന്തല്ലോ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും നേരമൊക്കെ സിമ്പിളാന്ന് പറഞ്ഞു, ബട്ട് സ്റ്റിൽ എന്തിനും ഇത്രയും നേരം എടുക്കുമെന്ന് വിചാരിക്കും. അത് ചുമരമേൽ വരക്കുന്നതുകൊണ്ട് പെന്ന് വെച്ചിട്ടാണല്ലോ വരക്കണേ. അപ്പം ആദ്യം വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആക്കണമെങ്കിൽ അതിനൊന്നുകൂടി അതിൻ്റെ മേളിൽ ഒന്നുകൂടി ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ട് വരും. ഞാൻ ബ്ലാക്ക് പെൻ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പം അതിൽ ഒന്നുകൂടി വരും. ആക്ച്വലി ഇത് അനിയനെടുത്തിട്ടാണ് ആദ്യം വന്നത്. അനിയനെടുത്തിട്ട് വന്നതെന്ന് വിചാരിച്ച് നമുക്കൊരു കൊതി നമ്മളും വരക്കുമല്ലോ. അപ്പം അനിയനെടുത്തിട്ട് വന്ന് ഓനാടെ വെയിറ്റിംഗ്, തായേച്ചി എന്നിട്ട് ആടി ഇരിക്കുന്നുണ്ട്. അപ്പം എന്തിനും അങ്ങ് പോയതാണ്. പിന്നെ വരുമ്പോഴാണ് ഓനാടെ ക്യാമറേൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് നമ്മൾ 2 പേര് നിൽക്കണേ. ആരെങ്കിലുമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. എന്താണെന്ന് ചോദിച്ച് ആയാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് വരക്കുമൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അത് ഓനോട് തന്നെ ചോദിക്കണം. ആടെ ഉണ്ടായിരുന്നു അല്ലേ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പാർട്ടി എടുത്ത് കളിക്കുന്നത്, ഞാൻ കണ്ടില്ല എന്ന് തോന്നുന്നു. അതെടുത്തിട്ടാണ് പോയത്. എന്താല്ലേ, ഞാൻ കണ്ടില്ല. ഞാൻ ഈ വീഡിയോ പോലും ശ്രദ്ധിച്ചില്ല. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണണേ. കണ്ടു എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കണ്ടത്. ഞാൻ വിചാരിച്ച് അങ്ങനെ കാണാണ്ട് അങ്ങനെ അത് എടുത്ത് കളിച്ചാൽ പറയാണ്ടൊന്നും ഇരിക്കൂല. അവിടെ വെക്കുന്ന പറയേണ്ടതാണ് സാധാരണ, കണ്ടിട്ടില്ലെങ്കിലേ പറയാണ്ടിരിക്കുള്ളൂ. അപ്പം അവിടെ വെക്കുന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഓനെ കാണാത്തത്. ഓനോട് പോയി ഓനാടെ ഉണ്ട് കേട്ടോ, ക്യാമറയിൽ കാണാത്തതാണ്. ഓൻ്റെ ഫുൾ ഫേസ് കാണുന്നില്ല, ഓനാടെ ഇരുന്നിട്ടായതുകൊണ്ട് കാണുന്നില്ല. ഞാൻ ഫോണ് ചെടിച്ച് വെച്ചിട്ട് എടുക്കുന്നുണ്ട്, അത്ര ഇതായിട്ട് ഓനെ കാണില്ല. ഓൻ താണേറ്റാണ് ഇരിക്കണേ. എനിക്ക് തന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നേരം ഞാൻ ഇതിനാളി വരച്ചെന്ന് ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് അത്ര സിമ്പിൾ സാധനമാണ്. പിന്നെ അതിൽ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്ര ടൈം എടുത്തിട്ടുണ്ടാവുക. കണ്ട ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വീഡിയോ ചിലപ്പോൾ അത്ര ഇതൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ചുമരമ്മൽ വരക്കുന്നത് ആദ്യമായിട്ടാണ്.
അതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഈ സാധനമാണ് ഞാൻ വരച്ചത്. ഇതിനാണ് ഞാൻ ഇത്രയും നേരം എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ അടുത്ത അനിയൻ്റെ ഊഴം, അനിയൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റീസൺ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ. എനിക്ക് നല്ല ഇഷ്ടമായി. മുടിയും കൂടി അയച്ചിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻഡിൽ ചെറിയൊരു കേള് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ മുടി മടഞ്ഞിട്ടിട്ട് കിടന്നിട്ട് അങ്ങനെയാണ് കിടക്കുക രാത്രി മടഞ്ഞിട്ടിട്ട്. അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ എൻഡിൽ ചെറുതായിട്ടൊരു കേള് വന്നു. പക്ഷെ എനിക്ക് അധികം കേൾ ഇഷ്ടമല്ല. അതിനെ ഞാൻ ഷാമ്പു ഇട്ടുകൊണ്ട് അത് അതേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാലിൽ പോട്ടോ. എനിക്കധികം കേൾസ് ഇഷ്ടമല്ല. അപ്പം എൻ്റെ കണ്ണ് എഴുതിയിൽ ഞാൻ ഭയങ്കര ഇതാണ്, എന്താ പറയുക, ഇമ്പ്രസ്ഡാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അനിയത്തി വന്നു. അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇങ്ങൊന്നുമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത രാവിലെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് വൈകുന്നേരത്തെ അവസ്ഥയാണ്. വൈകുന്നേരം ഇത്ര ആളുണ്ടെങ്കിൽ രാവിലെ എത്ര ആളുണ്ടാവും ഗസ് ചെയ്ത് നോക്കി അപ്പം വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇപ്പോൾ പോകാൻ നോക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഫുഡ് കഴിച്ച് വന്നപ്പോൾ തൊട്ട് ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ അവിടെ റൂമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അപ്പം ഞാൻ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, ജസ്റ്റ് പിന്നെ പോകാൻ നോക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ മിറന്നൊക്കെ എടുത്തു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയിൽ വരികയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഞാൻ കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പാലാസിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. जगत्स्थिते जगन्मातर महालक्ष्मी नमोस्तुते. श्वेतांबरधरे देवी नानालंकारभूषिते. जगत्स्थिते जगन्मातर महालक्ष्मी नमोस्तुते.